ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആർക്കെങ്കിലും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങളെ മിസ് ചെയ്ത് കരയുന്ന ഒരു വ്യക്തി ഉണ്ടോ, അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ആർക്കെങ്കിലും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരാൾ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങളെ മിസ് ചെയ്ത് നിങ്ങളെ ഓർത്തിട്ട് കരയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ടോ, നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ടോ, ഇതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് നൈൻ ഓഫ് സോർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് കിങ് ഓഫ് സോർഡ്സ്. Okay, Six of Pentacles, Queen of Wands, Seven of Pentacles, The Emperor card നമുക്ക് കിട്ടുന്നുണ്ട്. Queen of Cups കിട്ടുന്നുണ്ട്. Five of Swords കിട്ടുന്നുണ്ട്. Knight of Cups, The Hermit card, Five of Cups, Chariot card. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നൈൻ ഓഫ് വാൻഡ്സ് ആണ് ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ നിങ്ങളെ മിസ് ചെയ്ത് ഉള്ളിൽ വേദനിക്കുന്ന ഒരാൾ ഡെഫിനറ്റ്ലി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ അവർ അതൊന്നും പുറത്തേക്ക് എളുപ്പത്തിൽ കാണിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ കാർഡുകൾ മുഴുവനും കാണുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് കാർഡ് നമുക്കിവിടെ നൈൻ ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ തുടങ്ങുന്നത് തന്നെ ഒരു ഉറക്കമില്ലാതെ ചിന്തകളിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ്. ആ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. രാത്രിയിൽ ഒരു സൈലന്റ് ആകുന്ന സമയങ്ങളിൽ നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്കൊരു കുറ്റബോധം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്, ആൻസൈറ്റി ഉണ്ടാകുന്നുണ്ട്. എല്ലാം ഇങ്ങനെ ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഇങ്ങനെ ട്രിഗർ ചെയ്ത് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ കിങ് ഓഫ് സോർഡ്സ് കാരണം അവർ ഇമോഷൻസ് പുറത്ത് കാണിക്കാതെ ലോജിക്കലായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, ഡെയിലി ലൈഫൊക്കെ ഓക്കെ ആയിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. അവർക്ക് കരയാനും അല്ലെങ്കിൽ മിസ് ചെയ്യാനും ഒക്കെ ഉണ്ടെങ്കിലും പുറത്ത് വളരെ കോൾഡായിട്ട്, കൂളായിട്ട്, അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്ഡ് പോലെയൊക്കെ തോന്നാം. ഞാൻ ഇനി വീക്ക് ആകരുത് എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ എന്നെ വീക്കായിട്ട് മറ്റുള്ളവർ മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിക്സ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, അതുപോലെ ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട്. നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നൽകിയ ആ ഒരു അറ്റൻഷൻ, അല്ലെങ്കിൽ നിങ്ങൾ നൽകിയ ആ ഒരു കെയർ, കോൺഫിഡൻസ്, ഇവർക്ക് ഇപ്പോഴും അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. അതായത് ഇവർ ഒത്തിരി കോൺഫിഡൻസ് കുറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം നിങ്ങളുടെ പ്രസൻസ് എപ്പോഴും ഇവർക്കൊരു കോൺഫിഡൻസ് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൽ പലപ്പോഴും ഇവർ തോറ്റുപോയി അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ വിചാരിച്ച് നിന്നിരുന്ന സമയത്ത്, ആരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്ന സമയത്ത് നിങ്ങൾ ഇവരെ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മൊത്തത്തിൽ തകർന്ന് പാളീസായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങളോട് ഒരു 5 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് 2 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും അവർ കുറച്ച് കോൺഫിഡൻ്റ് ആവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഇപ്പോഴും ഇവർക്കുണ്ട്. അപ്പം നിങ്ങൾ വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് പകരമായിട്ട് ഒരു വ്യക്തിയെ റീപ്ലേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ നൽകിയ
ഒരു വാംത്ത്, മറ്റൊരാളെ ആ ഒരു വൈബ് മറ്റൊരു വ്യക്തിയിൽ നിന്നും ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവര് അത് പലരിലും അവർ അന്വേഷിച്ച് നോക്കി, അല്ലെങ്കിൽ പലരിലും ആ ഒരു വൈബ് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. പക്ഷെ അപ്പോഴൊന്നും ആ ഒരു വൈബ് അവർക്ക് കിട്ടുന്നില്ല എന്ന് അവർക്ക് തന്നെ അത് മനസ്സിലായി. പിന്നീട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്, ആ ഒരു പേഴ്സണ് മാത്രമുള്ള കുറേ ക്വാളിറ്റീസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് കാണുന്നത്. ഇമ്മീഡിയറ്റ് ഒരു ആക്ഷൻ എടുക്കാതെ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി. അപ്പം അവർ കൺട്രോൾ നഷ്ടപ്പെടാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ലാത്തൊരു വ്യക്തിയാണ്. അവരുടെ ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു യഥാർത്ഥമായിട്ടുള്ള സ്നേഹവും ഫീലിങ്സ് ഒക്കെ കാണിച്ച് ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടുത്താനായിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ അവരൊന്ന് ജസ്റ്റ് മാറി നിന്ന് ഡിസ്റ്റൻസ് ഇട്ട് ഒബ്സർവ് ചെയ്യുന്ന എനർജീസ് നമുക്ക് കാണുന്നുണ്ട്. അതിനാൽ ഫീലിങ്സുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു ബാക്കിലേക്ക് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് സ്റ്റക്കായ പോലെ നിൽക്കുക, അവരറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ നിൽക്കുന്നു, റീച്ച് ഔട്ട് ചെയ്യാതിരിക്കാം എന്ന രീതിയിൽ മാറി നിൽക്കുന്നു. അവരുടെ ഒരു ഈഗോ പലപ്പോഴും ഹേർട്ട്, ഈ ഒരു ഈഗോ എന്ന് പറയുമ്പോൾ ഈ ഹാർട്ടിന് മുകളിൽ വർക്ക് ചെയ്യുന്ന സമയങ്ങളും വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവരുടെ ഹാർട്ടിൽ ശരിക്കും നിങ്ങളോട് മിണ്ടണം, സംസാരിക്കണം, അങ്ങനെയുള്ള എല്ലാ ഫീലിങ്സുകളും ഇവർക്കുണ്ട് എങ്കിൽ പോലും നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു ഈഗോ അതിന് മുന്നിൽ കയറി പോവുകയാണ്. അതായത് ഈഗോ കാരണം ഇങ്ങനെ വേണ്ട എന്ന് അവർ വെക്കുന്നൊരവസ്ഥ. ഇതാണ് ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ക്യൂൻ ഓഫ് കപ്സും അതുപോലെ നൈറ്റ് ഓഫ് കപ്സും. ഒരു ഡീപ്പ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നു എന്ന് ഈ രണ്ട് കാർഡുകൾ നമുക്ക് പറയുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് അതുപോലെ നൈറ്റ് ഓഫ് കപ്സ്. ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം കെയറിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഇമോഷണലി അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടൊക്കെയാണ് നിങ്ങളെ കാണുന്നത്. കാരണം അവർക്ക് വീണ്ടും നിങ്ങളോട് അപ്രോച്ച് ചെയ്യാനുള്ളൊരു ആഗ്രഹമൊക്കെ പലപ്പോഴും വരാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നുണ്ട്. മെസ്സേജ് അയക്കാൻ തോന്നാറുണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ തോന്നാറുണ്ട്, ഇമോഷണലായിട്ട് കാര്യങ്ങൾ തുറന്നു പറയണം എന്നൊരു തോട്ട്സ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് അവർക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അവരുടെ മൈൻഡിൽ അപ്പോൾ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. നമുക്കിവിടെ 5 ഓഫ് സോർഡ്സ് ഹെർമിറ്റ് കാർഡും അത് പറഞ്ഞു തരുന്നുണ്ട്. അതായത് പാസ്റ്റിൽ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്, കാര്യങ്ങൾ, ആർഗ്യുമെന്റ്സ് കാണാം, അല്ലെങ്കിൽ ഈഗോ ക്ലാഷസ് ഉണ്ടാകാം. ഇപ്പോഴും ആ ഒരു കാര്യങ്ങളൊന്നും അവിടെ മാറിയിട്ടില്ല. എല്ലാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം അവിടെ മാറാതെ അവിടെ തന്നെ അങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അവർ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അവർ ഐസൊലേറ്റഡ് ആയിട്ട് ഫീലിംഗ് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അവരിങ്ങനെ ക്യാരി ചെയ്ത് നിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ പലപ്പോഴും പല സമയത്തും ഒറ്റയ്ക്കിരുന്ന പഴയ ആ ഒരു മെമ്മറീസ് ഒക്കെ റീവിസിറ്റ് ചെയ്യുന്ന ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പുറത്തേക്ക് വളരെ ഒരു നോർമലായ രീതിയിൽ കാണിക്കുന്നു, ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ലോൺലിനെസ് സ്ട്രോങ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള കുറ്റബോധത്തിന്റെ ഒരു എനർജി, റിഗ്രറ്റിന്റെ ഒരു എനർജി ഉണ്ട്. അവര് നഷ്ടപ്പെട്ടതിന്റെ പെയിന് ഇപ്പോൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു, ഇപ്പോഴും ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്ന ഒരു റിപ്പീറ്റ് തോട്ട്സ് വരുന്നുണ്ട് അവർക്ക്. കുറച്ചും കൂടെ ഒന്ന് വളച്ചൊടിച്ച് ചിന്തിച്ച് വേറെ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാമായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ്, ഈ ഒരു 5 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ലിറ്ററലി ക്രൈങ് ചെയ്യുന്ന, അതായത് ഓൾമോസ്റ്റ് ക്രൈ ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. ഇമോഷൻസ് ലോസ് ആകുന്ന, മൊത്തം ഓവർലോസ് ആകുന്ന എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിനാൽ നിങ്ങളെ മിസ് ചെയ്ത് സൈലന്റ്ലി പെയിൻ അനുഭവിക്കുന്ന ഒരാൾ ഇവിടെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി ഫീലിങ്സിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ബിസി ആകാനായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. മൈൻഡ് എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വേറൊരു പേഴ്സണിലേക്ക് വിടാൻ നോക്കുന്നുണ്ട്, വേറൊരു സിറ്റുവേഷനിലേക്ക് വിടാൻ നോക്കുന്നുണ്ട്, ജോലി, കരിയർ, ഇതിലേക്കൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് എൻ്റെ മൈൻഡ് ഈ ഒരു പേഴ്സണിൽ നിന്ന് മാറ്റിവിടാം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരുപാട് ഹേർട്ട് ഉണ്ടായിട്ടും കണക്ഷൻസ് മുഴുവൻ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഡിഫെൻസീവ് വോള് ഇപ്പോൾ അവർ പണി തീർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടെങ്കിലും ആ ഒരു ഹൃദയം ക്ലോസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. അവർ ഈ ഒരു ഇതിൻ്റെ ഒരു ഓവറോൾ എനർജിയിലേക്ക് വരുവാണെങ്കിൽ ഇമോഷണലി വളരെയധികം അഫക്റ്റഡ് ആണ് ഈ ഒരു പേഴ്സൺ. നിങ്ങളെ ഡീപ്പായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റായിട്ട് ആ ഒരു റിഗ്രറ്റ്, കുറ്റബോധം അവർക്ക് ക്യാരി ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ കുറച്ച് ഈഗോയും കൺട്രോളും ഒക്കെ കാരണം ഡയറക്റ്റ് ആയിട്ട് തുറന്നു പറയാനായിട്ട് കുറച്ച് സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി കാണുന്നുണ്ട്.
രാത്രിയിൽ സമയങ്ങളിലാണ് കൂടുതലായി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന എനർജീസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓർത്ത് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നത്. പുറത്തേക്ക് ഒരു സ്ട്രോങ് ആയിട്ട് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് അത്ര സ്ട്രോങ് അല്ല എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് വരാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ക്രൈയിങ് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഓർത്ത് മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ കരയുന്ന ഒരു എനർജി പറയാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. രണ്ടും പോസിബിൾ ആണ്. പ്രത്യേകിച്ച് ഈ ഒരു 9 ഓഫ് സോഡ്സും അതുപോലെ 5 ഓഫ് കപ്സ്, ഹെർമിറ്റ് കാർഡ്, ഈ 3 കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഐസൊലേഷനാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ കംപ്ലീറ്റ്ലി ഫൊർഗെറ്റ് ചെയ്തിട്ടില്ല എന്ന കാർഡുകൾ നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു തരുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സോൾ മെസ്സേജസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് സോൾ മെസ്സേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ് എൻ്റെ വാക്കുകൾ, ഞാൻ പറഞ്ഞു പോയ പല കാര്യങ്ങളും തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സെക്കൻഡ് സോൾ മെസ്സേജ് ഐ കനോട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു. ഓക്കെ, നിങ്ങളില്ലാത്ത ഒരു ജീവിതം, എൻ്റെ ഒരു ജീവിതം എന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാണ് ഇവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യെസ്, ഐ ആം ജെലസ് ബിക്കോസ് ഐ ആം നോട്ട് റെഡി ടു ഷെയർ യു വിത്ത് എനിവൺ, യു ആർ മൈൻ. ഓക്കെ, അവർക്ക് അസൂയുണ്ട് എന്ന് അവർ സമ്മതിക്കുകയാണ്. കാരണം നിങ്ങളെ മറ്റാർക്കുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അവർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു സമയത്ത് അവർ പറയുന്നുണ്ട്. ഐ വാണ്ട് ടു ടെൽ യു സം മെസ്സേജസ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. എവറി മൂമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓക്കെ, നിങ്ങളോടൊപ്പം ചിലവഴിച്ച ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് എന്നെ സംബന്ധിച്ച് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ഇവിടെ പറയുന്നത്. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്ന് ഈ ഒരു പേഴ്സൺ പറയുന്നുണ്ട്. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, എൻ്റെ ചിരിയുടെ മറവിൽ ഞാൻ എൻ്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ മറച്ചു പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, right now I am realizing that I was selfish and immature. Please forgive me. I am sorry. Okay, ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഈ ഒരു സമയത്ത് എനിക്കൊരു തിരിച്ചറിവ് ഉണ്ടായത് ഇപ്പോഴാണ്. ഞാൻ ഒത്തിരി സെൽഫിഷ് ആയിരുന്നു, അതുപോലെ ഞാൻ ഒത്തിരി ഇമ്മച്യൂർ ആയിരുന്നു, പക്വതയില്ലായ്മ എനിക്ക് ഉണ്ടായിരുന്നു, എന്നോട് ക്ഷമിക്കണം എന്ന് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് ചോദിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഐ വിൽ കം ബാക്ക് ടു യു. ഓക്കെ, നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. എൻ്റെ സ്നേഹം ഒരു കണ്ടീഷനും ഇല്ലാത്തതാണ് എന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ക്ലൂസ് അങ്ങോട്ട് തന്നെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് അങ്ങോട്ട് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇടുന്നത് സെൻസ് ഓഫ് ഹ്യൂമർ. നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ലവബിൾ, സ്പിരിച്വൽ പാത്ത്. ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം. നമ്പർ 10, നമ്പർ 8, ടോക്കറ്റീവ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് ക്രേസ് ഉള്ള വ്യക്തികളായിരിക്കാം. ജൂൺ മന്ത്, വൈറ്റ് ബട്ടർഫ്ലൈസ്. നമ്പർ 22, ലെറ്റർ സി, റെയിൻബോ സൈൻസ്. ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ റെയിൻബോ സൈൻസ് ഒക്കെ കാണുന്നുണ്ടാവാം. നമ്പർ 24, ഷോർട്ട് ടെമ്പേർഡ്. നമ്പർ 45, അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ വൈ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1982 കിട്ടുന്നുണ്ട്. 1999,
വയനാട് ജില്ല നമ്പർ 33, ലെറ്റർ T. എറണാകുളം ജില്ല നമ്പർ 25, ബേക്കർ എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. റൈഡിംഗ് 1980 എന്ന് പറയുന്ന വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 9, ലെറ്റർ G, 1996, ഫെബ്രുവരി മന്ത്. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളായിരിക്കാം, നിങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിലെ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.